നിങ്ങൾ എപ്പോഴെങ്കിലും ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യുന്നതിന് മുമ്പേ ടോയ്ലറ്റിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റൂളിൻ്റെ ടെസ്റ്റ് എന്താണെന്നും അതെങ്ങനെ ചെയ്യാമെന്നും നിങ്ങളുടെ സ്റ്റൂൾ നോക്കി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. സ്റ്റൂൾ അല്ലെങ്കിൽ മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ ഓവറോൾ ആരോഗ്യത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. സ്റ്റൂളിൻ്റെ കളറും അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ ഷേപ്പ്, നിങ്ങളുടെ സ്റ്റൂളിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് പോലും ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റൂളിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ കളറിനെ കുറിച്ച് പറയാം. നോർമൽ സ്റ്റൂളിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ്, അല്ലെങ്കിൽ ടോൺ കളർ എന്നാണ് പറയുന്നത്. ഈ കളറ് സ്റ്റൂളിന് കിട്ടുന്നത് ബൈല് വഴിയാണ്. ബൈല് ഉണ്ടാക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ലിവറിലും ഗോൾ ബ്ലാഡറിലുമാണ്. പക്ഷേ എല്ലാ സമയവും ഇതേപോലെ ബ്രൗൺ കളർ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിറം പോലും നിങ്ങളുടെ സ്റ്റൂളിൽ കാണാം. അതൊന്നപ്പോൾ മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നോർമലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പലതരത്തിലും സ്റ്റൂളിൻ്റെ കളർ കാണാം. അതിൽ വൈറ്റ് കളർ, അല്ലെങ്കിൽ ഗ്രേഷ് കളർ, അല്ലെങ്കിൽ ലൈറ്റ് കളറൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ബൈല് കൃത്യമായി ഉൽപ്പാദിക്കുന്നില്ല, ബൈലിൻ്റെ പ്രശ്നമാണ്. ചിലപ്പോൾ ഉൽപ്പാദിക്കുന്നുണ്ടാവും, ബൈല് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. അതായത് ഗോൾ ബ്ലാഡറിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷനോ ഗോൾ സ്റ്റോൺസോ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണമൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. ഗോൾ ബ്ലാഡറിൻ്റെ പ്രശ്നം മാത്രമല്ല, ലിവറിൽ നിന്നാണ് ബൈല് ഉൽപ്പാദിക്കുന്നത്. ലിവർ സിറോസിസിലും മറ്റ് ലിവറിനെ ബാധിക്കുന്ന ക്രോണിക് കണ്ടീഷൻസിലും നിങ്ങളുടെ സ്റ്റൂളിൻ്റെ കളർ ലൈറ്റ് കളർ ആവാം. ലിവർ സിറോസിസിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി ബ്രൗൺ കളർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ പുറമെ ഒരു കോട്ടിംഗ് പോലെ വെള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് പോലെയുള്ള വൈറ്റ് മ്യൂക്കസ് കൂടുതൽ അളവിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കൊഴുപ്പ് പോലെയാണ് ഉണ്ടാവാറ്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്രോൺസ് ഡിസീസ് ആവാം. ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ്. ഇനി യെല്ലോ കളറിൽ നിങ്ങളുടെ സ്റ്റൂള് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാറ്റ് അബ്സോർപ്ഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഫാറ്റ് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബൈൽ അത്യാവശ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ബ്ലാഡറിലുള്ള പ്രശ്നങ്ങളോ ബിലിയറി ഒബ്സ്ട്രക്ഷൻ കാരണമോ അല്ലെങ്കിൽ ബൈൽ കൃത്യമായി നിർമ്മിക്കുന്നില്ലെങ്കിലൊക്കെ ഇത്തരത്തിൽ യെല്ലോ കളർ സ്റ്റൂൾ ഉണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ ഫാറ്റ് കൂടുതലായി മലത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അതിന് സ്റ്റിയറ്റോറിയ എന്നാണ് പറയുക. ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റൂളിൻ്റെ കളർ യെല്ലോ ആവുന്നതിനോടൊപ്പം തന്നെ ഫൗൾ സ്മെല്ലിംഗ് ഉണ്ടാവും. ഒരു ഗ്രീസ് പോലെ ഓയിൽ ടോയ്ലറ്റിൽ ഒഴിച്ചാൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെയായിരിക്കും ഉണ്ടാവുക. യെല്ലോ നിറത്തിലുള്ള സ്റ്റൂൾ ഉണ്ടാകുന്നത് പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പാൻക്രിയാസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില പ്രത്യേക തരത്തിലുള്ള എൻസൈംസും ഫാറ്റ് അബ്സോർപ്ഷന് അത്യാവശ്യമാണ്. അപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലും പാൻക്രിയാസിനെ ബാധിക്കുന്ന മറ്റ് കണ്ടീഷൻസിലും ഒക്കെ യെല്ലോ കളർ സ്റ്റൂൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് പുറമെ യെല്ലോ കളർ സ്റ്റൂൾ കാണുന്നത് സീലിയാക് ഡിസീസിലാണ്. ഇനി ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും യെല്ലോ കളർ സ്റ്റൂൾ കാണാം. ചിലപ്പോൾ ഗോൾഡൻ യെല്ലോ കാണാം. നിങ്ങൾ കഴിക്കുന്ന യെല്ലോ കളറിലുള്ള ജ്യൂസസ് ആവാം. കൂടുതൽ ക്യാരറ്റ് കഴിച്ചാൽ ഇങ്ങനെ കാണാം. ഇനി പറയാനുള്ളത് ബ്ലാക്ക് നിറത്തിലുള്ള സ്റ്റൂളിനെ കുറിച്ചാണ്. ബ്ലാക്കിഷ് കളർ സാധാരണമായി കാണുന്നത് നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ചില മെഡിസിൻസ് കാരണമായിരിക്കും. അത് ആസ്പിരിൻ ആവാം, വേദന സംഹാരികളാവാം. അതിൻ്റെ ഉദാഹരണം ഇബുപ്രോഫൻ ഉണ്ട്. അതും അല്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് ആവാം. നിങ്ങൾക്ക് രക്തക്കുറവിന് വേണ്ടി ഡോക്ടർ തന്നിട്ടുള്ള അയൺ ഗുളികകൾ. നിങ്ങൾ കഴിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണത്തിലും ബ്ലാക്ക് കളർ സ്റ്റൂൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഉദാഹരണം ബ്ലാക്ക് നിറത്തിലുള്ള ജ്യൂസസ് ആണ്. ബ്ലൂബെറി അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കാണാം. ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള മെഡിസിൻസോ ഇത്തരത്തിലുള്ള ഭക്ഷണമോ ഒന്നും കഴിക്കാതെ ബ്ലാക്ക് കളറിലുള്ള സ്റ്റൂൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് നടക്കുന്നുണ്ടാവും. ആ ബ്ലഡ് ബ്ലാക്ക് കളറിലായിട്ടാണ് സ്റ്റൂളിലേക്ക് വരുന്നതെന്നാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതാണ്. ചിലപ്പോൾ സ്റ്റൂളിൻ്റെ പുറമെ മറ്റ് ടെസ്റ്റുകളും ചെയ്ത് നോക്കേണ്ടി വരും. ഇനി റെഡ് നിറത്തിലുള്ള സ്റ്റൂള് കാണുന്നത് ബീട്രൂട്ട് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, ടൊമാറ്റോ സൂപ്പ് കൂടുതൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൊമാറ്റോ തക്കാളി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, റെഡ് നിറത്തിലുള്ള ജ്യൂസസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ടൊമാറ്റോ സോസോ ഇത്തരത്തിലുള്ള ഭക്ഷണമോ കഴിക്കാതെ റെഡ് നിറത്തിൽ സ്റ്റൂള് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫ്രഷ് ബ്ലീഡിംഗ് ആണ്. ലോവർ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് സാധാരണ രീതിയിൽ സ്റ്റൂളിൻ്റെ നിറം റെഡ് കളറിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കണ്ടീഷൻസാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. എയ്നൽ ഫിഷറിൽ ഇങ്ങനെ കാണാം. ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഇത്തരത്തിൽ റെഡ് നിറത്തിൽ സ്റ്റൂൾ കാണാം. ഇങ്ങനത്തെ എന്ത് കണ്ടീഷനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ ഉടനെ കാണിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ഡോഫുഡി പോലത്തെ ആപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സ്ഥിരമായി ചീര, ബ്രൊക്കോളി, കിവി, കുക്കുംബർ
അവക്കാഡോ ഫ്രൂട്ട്, ഇത്തരത്തിൽ ഗ്രീൻ നിറത്തിലുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൂളും ഗ്രീൻ നിറത്തിൽ കാണാം, പച്ച നിറത്തിൽ. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ ഉള്ള ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പച്ച നിറത്തിലുള്ള പിഗ്മെൻ്റാണ് ആ സമയത്ത് സ്റ്റൂളിനും ഇതേപോലെ പച്ച നിറം നൽകുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള ജ്യൂസസിലും അയൺ സപ്ലിമെൻറ്റ്സും ഒക്കെ പച്ച നിറം അഡീഷണലി ആഡ് ചെയ്യുന്നതുണ്ട്. അത്തരത്തിലുള്ള ജ്യൂസസോ സപ്ലിമെൻറ്റ്സോ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റൂളിലെ കളർ ഗ്രീൻ ആയിട്ട് കാണാം. ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരവസ്ഥ, അതായത് ബൈലിന് ആക്ട് ചെയ്യാൻ സമയം ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്റ്റൂൾ ഫോം ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിലും ഗ്രീൻ നിറത്തിൽ സ്റ്റൂൾ ഫോർമേഷൻ കാണാം. ഇത് സാധാരണ രീതിയിൽ കാണുന്നത് ചെറിയ കുട്ടികൾക്കാണ്, 1 വയസ്സിലും താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. അത് അവർക്ക് നോർമലാണ്. പക്ഷേ എഡൽസിന് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഇനി സ്റ്റൂളിൻ്റെ കളർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കളറിൻ്റെ കൂടെ സ്റ്റൂളിൻ്റെ ഷേപ്പും നോക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഷേപ്സ് ബ്രിസ്റ്റൽ സ്റ്റൂൾ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ബ്രിസ്റ്റൽ സ്റ്റൂൾ ചാർട്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൂൾ നോർമൽ ആണോ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ചെറിയ ചെറിയ പീസസായി സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റിൽ കാണുന്ന സ്റ്റൂൾ സാധാരണ രീതിയിൽ കോൺസ്റ്റിപ്പേഷനിലാണ് കാണാറ്. ഏകദേശം ആട്ടും കാട്ടം പോലെ ഉണ്ടാവും. സാധാരണ രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ കാണുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അംശം കുറഞ്ഞു പോയാലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും പൾസസ്, പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. ഇനി വലിയ പീസസ് ആയിട്ടാണ് നിങ്ങളുടെ മലം പോകുന്നതെങ്കിൽ അതും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കാരണമാവാം. രണ്ടാമത്തെ കാരണം നിങ്ങൾക്ക് തീരെ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം ഇത്തരത്തിലുള്ള സ്റ്റൂൾസ് കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്റ്റൂൾ പാസ് ചെയ്യാൻ, മോഷൻ പാസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നാച്ചുറലി അവർ ഓരോ പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നത് മാറ്റി മാറ്റി നിർത്തി വീണ്ടും കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ചെയ്യാവുന്നത് ഫൈബർ കണ്ടൻറ്റ് കൂട്ടുക, എക്സസൈസ് ചെയ്യാത്തവർ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ഇനി നോർമൽ സ്റ്റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് ആയിരിക്കും, ബ്രൗൺ കളറിലായിരിക്കും, സോളിഡ് ആയിരിക്കും, പക്ഷേ സ്മൂത്ത് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ സ്റ്റൂൾ ഇതേപോലെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫൈബർ കണ്ടൻറ്റ് അത്യാവശ്യം വേണം. വെള്ളം കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റൂൾ ഫോർമേഷൻ കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന അളവ് ആഡിക്വേറ്റ് ലെവലിലായിരിക്കണം. ഇനി പറയാനുള്ളത് കുറച്ച് സെമി സോളിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നല്ല ലൂസിൽ മോഷൻ പാസ് ചെയ്യാം, സ്റ്റൂൾ പോവാം. ഇതിനെ നമ്മൾ മൈൽഡ് ഡയറിയ, മോഡറേറ്റ് ഡയറിയ അല്ലെങ്കിൽ സിവിയർ ഡയറിയ എന്നൊക്കെ പറയും. സിവിയർ ഡയറിയ എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ആയിരിക്കും വയറ്റിൽ നിന്ന് പോകുന്നുണ്ടാവുക. മൈൽഡ് ഡയറിയ ഒക്കെ സാധാരണ രീതിയിൽ കാണുന്നത് നിങ്ങൾ കൂടുതൽ ഫൈബർ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം. വെള്ളത്തിൻ്റെ അംശം നിങ്ങളുടെ സ്റ്റൂളിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഡയറിയ കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി ഒന്ന് കൂട്ടുക. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിലും മൈൽഡ് ഡയറിയ കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് അവരുടെ ഡയറ്റ് ഹെൽത്തി ആക്കി ഫൈബറിൻ്റെ അളവ് കുറച്ച് നിർത്തി ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കി സ്പൈസസ് ഒക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നോർമൽ രീതിയിൽ അവരുടെ സ്റ്റൂൾ മാറ്റാവുന്നതാണ്. ഇനി സാധാരണ രീതിയിൽ ലിക്വിഡ് സ്റ്റൂൾ അല്ലെങ്കിൽ സിവിയർ ഡയറിയ കാണുന്നത് ഫുഡ് പോയ്സണിങ്ങിലാണ്. പിന്നെ കാണുന്നത് ചില പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുമ്പോഴാണ്. ചില തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ്, അസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്നുകൾ, ആസിഡ് റിഫ്ലക്സിന് കഴിക്കുന്ന മരുന്നുകൾ, ക്യാൻസർ കീമോതെറാപ്പിന് കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിവിയർ ഡയറിയ അല്ലെങ്കിൽ വെള്ളം പോലത്തെ സ്റ്റൂൾസ് കാണുന്നത്. ഇനി റൈസ് വാട്ടർ സ്റ്റൂൾ കാണുന്നത്, അതായത് അരി കഴുകിയ വെള്ളം പോലെ വയറ്റിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കോളറയിലാണ് സാധാരണ കാണാറ്. ലാക്ടോസ് ഇൻടോളറൻസ്, അതായത് ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം സഹിക്കാൻ പറ്റാത്ത, ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഡയറിയ കാണാം. ഇനി എന്ത് തരത്തിലുള്ള ഡയറിയ ആണെന്നുണ്ടെങ്കിലും, മൈൽഡോ മോഡറേറ്റോ സിവിയർ ഡയറിയ ആണെന്നുണ്ടെങ്കിലും ഇത് 2-ൽ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഡോക്ടറെ കാണിക്കണം. സാധാരണ രീതിയിൽ കൂടുതൽ വെള്ളം കുടിച്ച് ചില ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ORS ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറി മാറാവുന്നതാണ്. പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ കാരണമുള്ള ഡയറി ആണെന്നുണ്ടെങ്കിൽ. അതല്ലാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മാക്രോസ്കോപ്പി ടെസ്റ്റ് ചെയ്യും. അതായത് സ്റ്റൂളിൻ്റെ കളർ എന്താണ്, ഷേപ്പ് എന്താണ്, സ്മെൽ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അത് നിങ്ങൾക്കും നോക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് ഓരോ പ്രാവശ്യവും നിങ്ങൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഇനി പലതരത്തിലുള്ള സ്റ്റൂളിൻ്റെ ടെസ്റ്റ് ലാബിൽ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് സ്റ്റൂളിൻ്റെ റുട്ടീൻ ടെസ്റ്റാണ്. രണ്ടാമത്തെ ടൈപ്പ് സ്റ്റൂളിൻ്റെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റാണ്. എന്തെങ്കിലും രോഗാണുക്കളുണ്ടോ, സൂക്ഷ്മാണുക്കളുണ്ടോ, ബാക്ടീരിയോ പാരസൈറ്റോ ഉണ്ടോ എന്ന് നോക്കുന്ന തരത്തിലുള്ള മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് ചെയ്യാം. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന എമീബിയാസിസ് ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ ആൻറ്റിജൻ ഉണ്ടോ എന്ന് നോക്കാം. റോട്ട വൈറസ് കാരണം ഉണ്ടാക്കുന്ന ഡയറിയ, റോട്ട വൈറസിൻ്റെ ആൻറ്റിജൻ ഉണ്ടോ എന്ന് നോക്കാം. ജിയാഡിയാസിസ് ഉണ്ടാക്കുന്ന ജിയാഡിയ ആൻറ്റിജൻ ഉണ്ടോ എന്ന് നോക്കാം.
പിന്നെ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു ടെസ്റ്റാണ് സ്റ്റൂളിലുള്ള ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റൂളിലുള്ള ചെറിയ അളവിലുള്ള ബ്ലഡ് പോലും ഈ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാവുന്നതാണ്. നോർമലി 2 മുതൽ 5 മില്ലി ബ്ലഡ് ഒരാൾക്ക് ഒരു ദിവസം സ്റ്റൂളിൽ പാസ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ കാണാം. പക്ഷേ സ്റ്റൂളിൽ പാസ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതെന്തെങ്കിലും അസുഖം കാരണമായിരിക്കും. യൂഷ്വലി ഈ ടെസ്റ്റ് ചെയ്യാറ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസിനും ക്യാൻസർ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റൂളിൻ്റെ ഒക്കൾട്ട് ബ്ലഡ് ചെയ്യുന്നതിന് 150 റുപ്പീസും സ്റ്റൂളിൻ്റെ റുട്ടീൻ ടെസ്റ്റിന് 200 റുപ്പീസും ഒക്കെയാണ് സാധാരണ രീതിയിൽ ലാബിൽ ഈടാക്കാറ്. ഇനി നിങ്ങൾ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ആണ് ചെയ്യുന്നതെങ്കിൽ വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സോ ആസ്പിരിൻ പോലത്തെ ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി വെച്ചിട്ട് വേണം ഈ ടെസ്റ്റിൻ്റെ സാമ്പിൾ എടുക്കാൻ. ക്യാൻസറാണ് അധികം ആൾക്കാർക്കും പേടിയുള്ള ടെസ്റ്റ്. പക്ഷേ ക്യാൻസറിന് മറ്റ് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും. വെയിറ്റ് ലോസ് ഉണ്ടാവാം, നിങ്ങൾക്ക് ടയർഡ്നെസ് തോന്നാം, ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോയാൽ തന്നെ വീണ്ടും പോകാനുള്ളൊരു സെൻസേഷൻ ഉണ്ടാവാം. ഇനി പറയാൻ പോകുന്ന കുറച്ച് ടെസ്റ്റുകൾ എല്ലാ ലാബിലും ചെയ്യുന്നതായിരിക്കില്ല, ചില ഹോസ്പിറ്റൽസിൽ മാത്രമേ ചെയ്യാറുണ്ടാവുള്ളൂ. അതിൽ വരുന്നതാണ് ഫീക്കൽ ഇലാസ്റ്റേസ് ടെസ്റ്റും ഫീക്കൽ കൈമോട്രിപ്സിൻ ടെസ്റ്റ്. ഇതൊക്കെ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ കൃത്യമാണോ എന്ന് നോക്കുന്ന തരത്തിലുള്ള സ്റ്റൂളിൻ്റെ ടെസ്റ്റുകളാണ്. സ്റ്റൂളിൻ്റെ ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണോ അത് മനസ്സിലാക്കാൻ സാധിക്കും. ലിവർ ഡിസീസിൽ സാധാരണ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സ്റ്റൂളിൽ ഫാറ്റ് കൂടുതലായിട്ടാണോ പോകുന്നതെന്ന് നോക്കാൻ സ്യൂഡാൻ 3 എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യാറ്. 72 hours ഫാറ്റ് ടെസ്റ്റും ചെയ്യാറുണ്ട്. ഇതിന് പുറമെ സ്റ്റൂളിൻ്റെ ടെസ്റ്റ് ല്യൂക്കോസൈറ്റ്സ്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്നും ഷുഗർ ഉണ്ടോ എന്നും സ്റ്റൂളിൻ്റെ pH എന്താണെന്നെല്ലാം നമുക്ക് സ്റ്റൂളിൻ്റെ ടെസ്റ്റിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇനി സ്റ്റൂളിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് പറയാം. അധികം ആൾക്കാർക്കും സ്റ്റൂൾ സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കയ്യിലാവുമോ, ഒരു മെസ്സി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ സ്റ്റൂൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പോലും അധികം ആൾക്കാരും ഈ ടെസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഹൈജീനിക് ആയിട്ടും ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ലബോറട്ടറീസിൽ അവർ സ്റ്റൂൾ എടുക്കാൻ സ്റ്റൂൾ കിറ്റ് തരാറുണ്ട്. ആ കിറ്റ് ഉപയോഗിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാവാതെ കൃത്യമായിട്ട് എത്ര അളവിലെടുക്കണം ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ആ കിറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ കിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ലാബിൽ നിന്നും സ്റ്റൂൾ കളക്ടിങ് ബോട്ടിൽ വാങ്ങിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളൊരു കളയാൻ ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ എടുക്കുക. വീട്ടിൽ നിന്ന് തന്നെ സ്റ്റൂൾ സാമ്പിൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് ലാബിലുള്ള ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരില്ല. പക്ഷേ വീട്ടിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലാബിൽ സാമ്പിൾ എത്തിക്കുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അധിക ലബോറട്ടറിയും പറയുന്നത് 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തിക്കണം എന്നാണ്. സ്റ്റൂൾ കളക്ട് ചെയ്യുന്ന കിറ്റ് നിങ്ങൾക്ക് ലാബിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ബോട്ടിൽ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. കട്ടിയുള്ളൊരു പേപ്പർ ടോയ്ലറ്റിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. അതിലേക്ക് സ്റ്റൂൾ പാസ് ചെയ്യുക. ഫ്ലഷ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ സ്പൂണ് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഈ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബോട്ടിൽ ഫില്ലായതിനു ശേഷം ബാക്കിയുള്ള സ്റ്റൂള് നിങ്ങൾക്ക് ഫ്ലഷ് ചെയ്ത് കളയാവുന്നതാണ്. സ്പൂണും നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാം. ഈ കണ്ടെയ്നർ ഒരു പ്ലാസ്റ്റിക് ബാഗിലിടുക. പുറത്ത് നിങ്ങളുടെ പേരും ഏജും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഡയപ്പറിൽ നിന്നും നിങ്ങൾ സ്കൂപ്പ് ചെയ്ത് സ്റ്റൂൾ സാമ്പിൾ ബോട്ടിലേക്ക് ആക്കിയാൽ മതി. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മലം പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലേ. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്റ്റൂളിൻ്റെ ടെസ്റ്റിന് പുറമെ പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ലാബ് ടെസ്റ്റുകളും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും മറക്കണ്ട. അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.